രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്താനും പ്രിയങ്ക ഗാന്ധിയെ പകരം വയനാട്ടിൽ മത്സരിപ്പിക്കാനുമുള്ള തീരുമാനം കോൺഗ്രസ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. രാഹുൽ വയനാട് ഒഴിവാക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നതിനാൽ ഈ തീരുമാനത്തിൽ അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. പ്രിയങ്കയുടെ വരവും ഏറെക്കുറെ മുൻകൂട്ടി പ്രതീക്ഷിച്ച കാര്യമായിരുന്നു. എന്നാൽ ഇത്തവണ കോൺഗ്രസ് കരുതിക്കൂട്ടി തന്നെയാണ് ഇറങ്ങുന്നതെന്ന് വ്യക്തമായി. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്തെടുത്ത തീരുമാനമാണ് കോൺഗ്രസിന്റേത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. അതിന് ഒന്നിലധികം പ്രധാന കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ട് താനും. കേരളത്തിലെ കഴിഞ്ഞ 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയാണ് കോൺഗ്രസ് പ്രചരണം നടത്തിയത്. എന്നാൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ വയനാട് ജനത ജയിപ്പിച്ച രാഹുൽ ഒരു സുപ്രഭാതത്തിൽ മണ്ഡലം ഒഴിയുകയാണെന്ന് പ്രഖ്യാപനം നടത്തുമ്പോൾ അത് രാഷ്ട്രീയമായി തിരിച്ചടിയുണ്ടാകുമെന്ന തിരിച്ചറിവാണ് കോൺഗ്രസിനെ പ്രിയങ്കയിലേക്ക് എത്തിച്ചത്. രാഹുലിന് പകരം കേരളത്തിലെ മറ്റേത് നേതാവിനെ മത്സരിപ്പിക്കാൻ നിർത്തിയാലും ഈ പ്രചരണത്തെ അതിജീവിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ ഘടകം തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് പ്രിയങ്കയുടെ വരവിനായി സംസ്ഥാന നേതൃത്വം ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും. ഇടയ്ക്ക് മണ്ഡലത്തിൽ ഉയർന്നുകേട്ട പേരായിരുന്നു കെ മുരളീധരന്റേത്. എന്നാൽ മുരളീധരനെ നിർത്തിയാൽ ജയം ഉറപ്പാണെന്നതിൽ ഉപരി രാഹുൽ ഗാന്ധി പടിയിറങ്ങുന്നതിന്റെ ക്ഷീണം തീർക്കുക എന്ന ദൗത്യം പരാജയമാവും എന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം. അതാണ് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരു അംഗത്തെ അവതരിപ്പിക്കാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ചതും. അതേസമയം BJPയുടെ വളർച്ച തടയാൻ പ്രിയങ്കയ്ക്ക് ആകുമോ? ഒരു പക്ഷേ സാധിച്ചേക്കും. കാരണം ഇന്ന് വീണ്ടും ഗാന്ധി കുടുംബത്തെ പലരും മനസ്സിലേറ്റി കഴിഞ്ഞു. കേരളത്തിൽ മുൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി BJP ശക്തമായ സാന്നിധ്യമായി മാറിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിനാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചത്. ഒരു സീറ്റ് നേടുകയും ഒന്നിലധികം സീറ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത BJPയുടെ വളർച്ചാ ഭീഷണിയാണെന്ന് കോൺഗ്രസ് ഒരിത്തിരി വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെ തടയാനും കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു പ്രതിനിധി എന്ന പോലെ കാര്യങ്ങൾ നിരീക്ഷിക്കാനും പ്രിയങ്കയെ പോലെ ഒരാൾ കേരളത്തിൽ ഉള്ളത് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. കൂടാതെ BJPയെ എതിരിടാൻ ഏറ്റവും മികച്ച വ്യക്തികളിൽ ഒരാൾ പ്രിയങ്ക തന്നെയാണെന്ന് കോൺഗ്രസ് കരുതാനുള്ള കാരണം UPയിൽ ഇത്തവണ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ നേട്ടം കൂടിയാണ്. മണ്ഡലത്തിൽ ഒട്ടും ആശങ്കകളില്ലാതെയാണ് ഇക്കുറി കോൺഗ്രസ് പ്രചരണത്തിന് ഇറങ്ങുക. 3.5 ലക്ഷത്തിലധികം വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തോടെയാണ് രാഹുൽ ഗാന്ധി 2ാം വട്ടവും മണ്ഡലത്തിൽ വിജയം നേടിയെടുത്തത്. അതിൽ നിന്നും കൂടിയ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നേടാനാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അതേസമയം വലിയ അഭ്യൂഹങ്ങൾക്ക് ശേഷമാണ് പ്രിയങ്ക മത്സരിക്കാൻ തീരുമാനിച്ചത് തന്നെ. 2 സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. റായ്ബറേലി ഗാന്ധി കുടുംബത്തിന്റെ മണ്ഡലം എന്ന നിലയ്ക്കാണ് രാഹുൽ നിലനിർത്തിയത്. എന്നാൽ വോട്ടുകൾക്കും അപ്പുറമുള്ള ബന്ധമാണ് തനിക്ക് വയനാടുമായിട്ടുള്ളതെന്ന് രാഹുൽ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രിയങ്ക തന്നെ മത്സരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരം കൂടിയാണിത്. വർഷങ്ങളായി ഗാന്ധി കുടുംബത്തോടും രാഹുലിനോടും അടുത്തു നിൽക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി. ഇവിടെ നിന്ന് രാഹുൽ പിന്മാറുന്നത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു. രാഹുൽ റായ്ബറേലി നിലനിർത്തുന്നത് രാഷ്ട്രീയപരമായി പാർട്ടിക്കും നേട്ടമുണ്ടാക്കും. വയനാട്ടിലെ ജനങ്ങൾ രാഹുലിനെ സ്വീകരിച്ചതിനാൽ അവരെ നിരാശരാക്കാൻ ഗാന്ധി കുടുംബത്തിന് താല്പര്യമില്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രിയങ്ക വയനാട്ടിൽ നിന്ന് മത്സരിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു.